ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഏത്തപ്പഴവും ചക്കയും കൂടെ കൊതിപ്പിച്ചത് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് ചക്ക കിട്ടി, അപ്പോൾ ഏത്തപ്പഴം ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നു. അപ്പോൾ രണ്ട് ഏത്തപ്പഴവും കുറച്ച് ചക്ക എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒരു സ്പൂണോളം ബട്ടർ ഇട്ട് അത് ഉരുകി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുത്തു. ചക്ക എല്ലാം ഒന്ന് ഇളക്കി ബട്ടറിലൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ ഏത്തപ്പഴം മാത്രം വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇടിയപ്പത്തിന് കഴിക്കാനും. അല്ലാതെ അത് മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കി ഏത്തപ്പഴവും കൂടെ ഇട്ട് കൊടുത്തു. ഇനി അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വരണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരത്തിന് പഞ്ചസാരയും ശർക്കര വേണമെങ്കിൽ ഇടാം. പണ്ടൊക്കെ നമ്മൾ ശർക്കരയും ഇട്ടിട്ടുണ്ട്, പഞ്ചസാരയും ഇടാം. അപ്പോൾ നമ്മൾ ഷെഫ് പിള്ള പഞ്ചസാരയാണ് ഇട്ടത്. നമ്മൾ ചക്ക ഇങ്ങനെ തേങ്ങാപ്പാലിൽ ഇങ്ങനെ വേവിച്ച് പഞ്ചസാരയും കൂട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ട് ആ ബട്ടർ അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വളരെ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ, കാരണം ചക്കയ്ക്കും ഏത്തപ്പഴത്തിനും ഒക്കെ നല്ല മധുരം ഉണ്ടല്ലോ. അതുകൊണ്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അത് ഈ ബട്ടർ കിടന്നൊന്ന് മെൽറ്റായി കാരമലൈസ് ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഈ ഏത്തപ്പഴവും ചക്കയും കൂടെ മാറ്റി വെച്ചിരിക്കുന്നതും കൂടെ കൂട്ടി ഒന്നുകൂടെ യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി ചക്കയിലും ഏത്തപ്പഴത്തിലൊക്കെ മധുരം നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോഴേക്കും അപ്പം നമ്മുടെ പഞ്ചസാര നല്ല ഇതായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ചക്കയും ഏത്തപ്പഴവും കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ചക്ക പ്രത്യേകം, ഏത്തപ്പഴം മാത്രം വെച്ച് നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ ഇങ്ങനെ രാവിലെ പുട്ടിനും ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ അത് ഒറ്റയ്ക്കും കഴിച്ചിട്ടുണ്ട്, ചക്ക ഇങ്ങനെ തേങ്ങാപ്പാലിൽ വേവിച്ച് പഞ്ചസാര ഇട്ടു. അപ്പോൾ നമ്മുടെ ചക്കയും ഏത്തപ്പഴവും എല്ലാം ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് 2-3 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പകുതി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുറുകി വരട്ടെ തേങ്ങാപ്പാലിനകത്ത്. അത്രയേ ഉള്ളൂ, സംഭവം വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് റെഡിയാക്കാം. മധുരമൊക്കെ എല്ലാവരും നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കണം. അപ്പോൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കാം. പിന്നെ ചിലർ പശുവും പാലും, നമ്മൾ കാച്ചിയ പാലും ഇതിലേക്ക് ചേർക്കാറുണ്ട്. പക്ഷെ തേങ്ങാപ്പാലാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമ്മളൊന്ന് ചൂടാകുമ്പോൾ ഇത് ഇറക്കി വെക്കണം, കാരണം ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ തിളയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ നല്ല പ്രഥമൻ പോലെ ഇരുന്നു കേട്ടോ. അപ്പം ഞാനിത് കൂട്ടി കഴിക്കാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്.